അല്ല സുധി, ഇയാളെ കൊണ്ട് ഒന്നും ആകത്തെയല്ലേ നിന്നെ അടുത്തേ. ഏ നിന്നെ കൊണ്ട് ആകെ നാൻ കൊടുങ്ങുമായിരിക്കുവോ? ഏ പോരെ. അത് ശരി, നീ ഉള്ള കാരണല്ലേ ഞാനിപ്പോ ജീവിച്ചു പോണത്. ഏ ഉം പിന്നെ പിന്നെയും പിന്നെയും പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണമെന്ന് വെച്ച് നടക്കുവോ? അത് ശരി. ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യണ്ടേ? അയാളെ കൊണ്ട് ഒന്നും പറ്റില്ലെന്നല്ലേ. ഏ അത് ശരി. അതെ അതെ, എന്നാ തന്ന കാറിനാണല്ലോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുത്തി നിന്നെ കടത്തിരീനെ. ഏ അല്ലേ? എനിക്കൊരു 1 lakhന്റെ ആവശ്യമുണ്ട്. വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊള്ളാവല്ലോ. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് കൊറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാണാവോ ഇയാള് പിടിക്കുന്നത് തന്നെ അതറിയാലേ. അത് ശരി. പിടിച്ചിട്ട് വേണം നീയല്ലേ. കൊള്ളാം. വലിക്കുന്നതിന് ഒരു ഇതല്ലേ. വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് നീ? കൊഴപ്പില്ല കേട്ടോ, ആളെയും പിന്നെയും കുഴപ്പമില്ല. ഇയാള് കുഴപ്പക്കാരനാണ് നിന്നെ അടുത്തേ. നീ എന്നെ കുഴപ്പമാകാതെ ആക്കുവോ? പിന്നെ നാട്ടുകാർക്കൊക്കെ മൊത്തം പരച്ചിലായിരിക്കല്ലേ. പറ, എന്തായാലും ആവട്ടെ അല്ലേ. നീയുള്ള കാരണമാണ് ഞാൻ ഇത്രയും ഇതായി പോണത് കേട്ടോ. എന്നാ ഒരിക്കലും മോശമാക്കല്ലേ കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ ഇയാളോ എപ്പോഴും നോക്കിയാലും ബിസിനസ് ഫുൾ ടൈം ബിസി. പിന്നെ ഇനി വെല്ലത്തിലും ഇയാളെ കൊണ്ട് എൻ്റെ ആഗ്രഹം ഒന്നും നടക്കുന്നില്ല. അതാണല്ലോ മുത്തത് എന്നെ ആക്കിയതേ. പിന്നെ ഞാൻ പുറത്ത് പഠിക്കുന്ന കാരണമായിരുന്നു, തമിഴ്നാട്ടുകാരിയായും കൂടെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണല്ലേ. തമിഴ്നാട്ടുകാരിയെ നീയൊക്കെ സ്നേഹിക്കണമെന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സ്നേഹിച്ചില്ലേ. ആയിക്കോട്ടെ. പിന്നെ ഇനിയൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇയാൾക്ക് നിന്റെ അക്കൗണ്ടിലുള്ള പൈസ എങ്ങനെ പോകുന്നുണ്ടെന്നൊന്നും അറിയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതെപ്പോഴാണാവോ. ശരി, അറിയുമ്പോഴല്ലേ. അതെ, ആയിക്കോട്ടെ. എന്നെ തന്നിട്ടില്ല നിനക്ക് പൈസ വലിയ വിഷയമാണോ? ഓക്കെ, ചെയ്യാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ വേറെന്തൊക്കെയല്ലേ? നമുക്കൊന്നും കൂടെ നോക്കിയാലോ? നോക്കാം. ആയിക്കോട്ടെ, എന്നാ പോര്.